തീർച്ചയായിട്ടും ഇത് 2 ദിവസം മുമ്പ് പ്രത്യേകിച്ച് നോട്ടീസായി തന്നെ എല്ലാ മേഖലകളിലേക്കും അറിയിച്ചിട്ടുണ്ട്. കാരണം ഇതൊരു കോർപ്പറേഷനെയും 4 മുനിസിപ്പാലിറ്റിയെയും 5-ലേറെ പഞ്ചായത്തുകളെയും ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് തന്നെയാണ് എല്ലായിടങ്ങളെയും നേരത്തെ തന്നെ ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. പെരിയാറിൽ നിന്ന് വെള്ളം എടുത്ത് ശുദ്ധീകരിച്ചുകൊണ്ടാണ് പലയിടങ്ങളിലേക്കും ഈ കുടിവെള്ളം എത്തിക്കുന്നത്, പൈപ്പ് മുഖേന എത്തിക്കുന്നതാണ്. പക്ഷേ വാർഷിക അറ്റകുറ്റപ്പണി എന്ന് പറയുന്നത് സാധാരണ വേനൽക്കാലത്ത് കാര്യമായി നടത്താറില്ല. മഴയ്ക്ക് മുന്നേ തന്നെ ഈ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അടിയന്തര സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് അറ്റകുറ്റപ്പണികളിലേക്ക് കടക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ മുനിസിപ്പാലിറ്റികളെയും പഞ്ചായത്തുകളെയും അതോടൊപ്പം കൊച്ചി കോർപ്പറേഷൻ അടക്കം, അതായത് കൊച്ചി നഗരത്തിൻ്റെ ഹൃദയത്തെ ആകമാത്രത്തിൽ ബാധിക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ കുടിവെള്ള വിതരണം മുടങ്ങാൻ പോകുന്നത്. നേരത്തെ ഗൂഗിൾ പറഞ്ഞ പോലെ കൊച്ചി കോർപ്പറേഷന് പുറമെ ആലുവ മുനിസിപ്പാലിറ്റി, കളമശ്ശേരി മുനിസിപ്പാലിറ്റി, ഏരൂർ മുനിസിപ്പാലിറ്റി, തൃക്കാക്കര മുനിസിപ്പാലിറ്റിയും എടത്തല, കീഴ്മാട്, ചൂർണിക്കര, ചേരാനെല്ലൂർ, മുളവുകാട്, എളങ്കുന്നപ്പുഴ, ഞാറയ്ക്കൽ പഞ്ചായത്തുകളെയുമാണ് ഇത് ബാധിക്കുക. ഈ പഞ്ചായത്തുകളെയും മുനിസിപ്പാലിറ്റികളെയും പൂർണ്ണമായും ബാധിക്കും എന്നുള്ളതല്ല, പക്ഷേ ഈ പഞ്ചായത്തുകളുടെയും മുനിസിപ്പാലിറ്റിയുടെയും പല മേഖലകളിലുള്ള ഇടങ്ങളിലെയും കുടിവെള്ള വിതരണത്തെ സാരമായി ബാധിക്കും എന്നുള്ളത് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മുൻകരുതലുകൾ സ്വീകരിക്കണം എന്നുള്ളതാണ്. അത് കഠിനമായ അവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ പ്രതിവിധി എന്ന രീതിയിൽ ടാങ്കറിൽ വെള്ളം എത്തിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളും ആലോചിക്കുന്നുണ്ട്. പക്ഷേ അത്രയും വലിയ പ്രതിസന്ധിയിലേക്ക് പോകില്ല എന്നുള്ളതാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്.